നമുക്കൊന്ന് 4 മണിക്ക് സ്കൂൾ വിട്ട് കുട്ടികൾ വരുമ്പോഴത്തേക്കൊക്കെ ഒരു ഗോതമ്പ് പൊടി കൊണ്ടൊരു പാലപ്പം ഉണ്ടാക്കി നോക്കാം. എളുപ്പമാണ്. 2 കപ്പ് പൊടി എടുക്കുക. 2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് ചോറ്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് പാലപ്പത്തിന് പാകത്തിന് അടിച്ചു വെക്കണം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അതും ഇട്ട് അടിച്ചെടുക്കുക. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കാം. വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വയ്ക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിലൊക്കെ കട്ടയായിട്ടിരിക്കാതെ. 2 സ്പൂൺ പഞ്ചസാര ഇടുന്നു. 1 സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് മിക്സ് ചെയ്ത് വെക്കുക. പഞ്ചസാരക്കകത്തോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ, രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ മാവിലോട്ട് ഇതൊന്ന് ചേർക്കണം. മാവ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ജാറൊന്ന് കഴുകിയെടുക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചു ഒന്ന് ഇളക്കി ഒക്കെ പഞ്ചസാര വെളിച്ചെണ്ണയും കൂടെ ഉള്ള മിക്സും കൂടി ഇതിലോട്ട് ചേർത്ത് വെക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നല്ല പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഗോതമ്പ് കൊണ്ടുള്ള പാലപ്പം. ഇത് നമുക്ക് അടച്ചു വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം. എടുത്ത് അപ്പം ചുടും. അവിടെ ഇരിക്കട്ടെ 1 മണിക്കൂർ. 1 മണിക്കൂർ കഴിഞ്ഞ് മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ചത് ചുട്ടെടുക്കാം. കുമ്പളകളൊക്കെ വന്നു കഴിയുമ്പോൾ അടച്ചു വെക്കുക. ഇത് അടച്ചു വെക്കുക. ഇത് നമ്മുടെ ആദ്യത്തെ അപ്പം റെഡിയായി. നമ്മുടെ ഗോതമ്പ് പാലപ്പം റെഡി. മീൻകറിയോ ഇറച്ചിക്കറിയോ വെജിറ്റബിൾ സ്റ്റൂവോ ഒക്കെ കൂട്ടി കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്.